നമ്മളെ ഇന്നത്തെ എൻഗേജ്മെൻറ്റിൻ്റെ ബ്രൈഡാണ്. ഇന്നലെ രാത്രി ബുക്ക് ചെയ്തതാണ്. എൻ്റെ മോളെ ഇത്ര നേരത്തെ ബുക്ക് ചെയ്തു? കുറച്ച് തിരക്കായി പോയി. കുട്ടി അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷെ ബുക്ക് ചെയ്തത് ഇന്നലെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നാളും അറിയില്ല, പേരും അറിയില്ല, ഒരു കാര്യവും അറിയില്ല, കുട്ടീനെ കുറിച്ചിട്ട് ഒരു വിവരവുമില്ല. എന്തായിരുന്നു പേര്? ദീഷ്മ. ദീഷ്മ. ഇയാൾ ദുബായിലാണോ? അതെ. അപ്പം വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച. അപ്പം അന്ന് തൊട്ടിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. ഇതെങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാ? ഓക്കെ. അപ്പം എങ്ങനെയാ വേണ്ടത്? എന്താണ്? എനിക്ക് സിമ്പിൾ ലുക്ക് മതി. സാധാരണ ഉള്ള പോലെ എൻഗേജ്മെന്റ് ഭയങ്കര പുട്ടിയിട്ട പോലെ വേണ്ട, നോർമൽ. നമ്മളത് സിമ്പിളാണ്. ഞാൻ എങ്ങനെ ചെയ്താലും അത് ന്യൂഡായിട്ടേ വരുള്ളൂ, അത് ഭയങ്കര ഹെവി ആയിട്ട് വരില്ല. എൻ്റെ ഒരു സ്റ്റൈലിലാണ് പോവാ. ലെൻസ്, ലാഷസ്? ലെൻസും ലാഷസും വേണം. ഓക്കെ. മേക്കപ്പ് അധികം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ്ട, സട്ടിലായിട്ട് നിന്നാൽ മതി അല്ലേ? വേറെ ഹെയർ എന്താ ഉദ്ദേശിക്കണേ? ഹെയർ വേവ്, എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ബ്രെയ്ഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് വേവി ആയിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട്. ഓക്കെ. ഏതാ സ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ. എനിക്ക് തോന്നുന്നു കുറച്ച് ഇയാളെ ഫേസ് കുറച്ച് ചബ്ബിയല്ലേ, അപ്പം ബ്രെയ്ഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഫ്രീ ഹെയർ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട്. എന്താ ഡ്രസ്സ് വരുന്നത്? സാരിയാ. ഓക്കെ ഓക്കെ. അങ്ങനെ ആണെങ്കിൽ, കാരണം ഇയാളെ ഹെയർ തന്നെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ഹെയർ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഫ്രീ ഹെയർ ആയിരിക്കും ഭംഗി വരാൻ സാധ്യത കെട്ടി വെക്കുന്നേക്കാളും. അപ്പം നോക്കാം. ഇതേപോലെ പിരികം വരുന്ന സമയത്തെ മോളെ ജസ്റ്റ് നമ്മൾ ത്രെഡ് ചെയ്യുകയാണെങ്കിൽ അധികം ഷേപ്പിലേക്ക് പോകരുത്. ജസ്റ്റ് ഇവിടെയും താഴെ ഒന്ന് ചെയ്തെടുക്കുകയാണ്, നമുക്ക് ആ ഉള്ളത് കുറച്ചുകൂടെ കാണിക്കും. അപ്പോഴാണ് നമുക്ക് കുറച്ച് പിരികളിലായിട്ട് തോന്നുക. യൂഷ്വലി പിരികളില്ലാത്ത ആൾക്കാർ ത്രെഡ് ചെയ്യണ്ടെന്നാണ് വിചാരിക്കുക, പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം പിരികളുള്ളതായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ചെയ്യാണ്ട് ഇതിപ്പോൾ പലതായിട്ട് സ്പ്രെഡ് ചെയ്തല്ലേ കിടക്കുന്നത്, അതിനേക്കാളും ഈ ഒരു ഭാഗം ക്ലീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്ത് കാണും. ശരിക്കും ഇല്ലാത്തവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, അല്ലാതെ ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സൂക്ഷിച്ചെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഐബ്രോസ് ഉള്ളവർക്ക് ത്രെഡ് ചെയ്യുന്നതാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല, വന്നപ്പം ജസ്റ്റ് ത്രെഡ് ചെയ്താൽ മതിയായിരുന്നു. ഗ്രൂമും ദുബായ് തന്നെ. ഇപ്പോൾ ഒരു തലാൻ ദുബായിൽ നിന്നാണല്ലോ കല്യാണം അയക്കുന്നത്, എന്താ ഇവിടുന്ന് കല്യാണം അയക്കുക? എല്ലാവരും ഇവിടെ. ഇപ്പം കല്യാണം ദുബായിൽ നിന്ന് കഴിച്ച റിസപ്ഷൻ മാത്രം നാട്ടിലാണ്. ഇപ്പം പഴയതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം ഇതറിയേ കണ്ണടച്ചിട്ട് വെച്ചിട്ടാ വീട്ടിൽ വെച്ചിട്ട്. ജസ്റ്റ് പിടിച്ചു എന്നുള്ളൂ. ഇതിൻ്റെ ഈ ഒരു പോർഷൻ്റെ ഞാൻ ചോദിക്കുന്നത്, ഇത് വിടുന്നതല്ലേ നല്ല? എന്താ തോന്നുന്നത്? അല്ലേ ഫേസ് അങ്ങ് വലുതാവും. ഇവിടെ മാത്രം 2 കഴിഞ്ഞു. എന്തായിരുന്നു പേര്? ഞാൻ പറഞ്ഞു. ദീഷ്മ. എങ്ങനെയുണ്ട്? നന്നായി ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായ? വിചാരിച്ച പോലെ തന്നെ. അധികം കൂടുതലൊന്നുമില്ലല്ലോ. ഓക്കെ. ലാസ്റ്റ് മിനിറ്റ് ബ്രൈഡ് സമയത്ത് റെഡി ആയിട്ട് പോകണം. അപ്പം നമുക്കിനി വീണ്ടും കാണാം കല്യാണത്തിന് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും. അപ്പം നമുക്കിനി വീണ്ടും കാണാം.